ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ റമദാനിലൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. വലിയ സസ്പെൻസ് ഒന്നും ഇരുന്നില്ല. ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ്. നമുക്ക് എത്ര പെട്ടെന്ന് ആക്കിയെടുക്കാമെന്ന് അറിയാം ഈ ഒരു സ്നാക്സ്. ഇപ്പോൾ വീട്ടിലൊക്കെ ആരെയും വരികയാണെങ്കിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിനില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം വീഡിയോനെ പറ്റി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം 100 ഗ്രാം ചിക്കൻ എടുത്ത് പിന്നെ അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 സ്പൂൺ സാൾട്ട്, പിന്നെ 1 സ്പൂൺ മയോണീസ്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ റെഡ് ചില്ലീസ് നിങ്ങളുടെ കൈമേലുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. എൻ്റെ കൈമേലില്ല, അതിട്ടാൽ നല്ലതാണ്. പിന്നെ നമ്മൾ 1 സ്പൂൺ ഓയിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് കാണാം. അങ്ങനെ ചിക്കനൊക്കെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഞാനെടുത്ത ബ്രെഡ്. അങ്ങനെ നമ്മൾ ഈ ബ്രെഡിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്യുക. അങ്ങനെ പിന്നെ 4 ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത വേസ്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, ബ്രെഡ് ക്രംസ് പോലെ. എന്നിട്ട് നമ്മൾ മൈദയും ഒരു മുട്ടയും ഉപ്പൂട്ട് വെള്ളം പോലെ ചേർത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് 4 ഭാഗത്തിലേക്കും കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും അങ്ങനെ ചെയ്യാം. ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ പാൻ വെക്കുക, ഓയിൽ ഒഴിക്കുക. ഓവറായിട്ടൊന്നും ഓയിൽ വേണ്ട. എന്നിട്ട് ആ ഓയിൽ ചൂടായി വരുമ്പം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ആക്കി വെച്ച ബ്രെഡിനെ ജസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം, അതായത് ഷവർമയുടെ കൂട്ടുണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മളൊരു ബൗളിലേക്ക് ക്യാരറ്റ്, ഒരു 250 ഗ്രാം ക്യാരറ്റ്, 250 ക്യാബേജ്, ഒരു 3 തക്കാളി, പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടല്ലോ ആ ചിക്കനും ഇതിലേക്കിടുക. മല്ലിയില ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും, ഒരു 3 വലിയ ടേബിൾ സ്പൂൺ മയോണീസും ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ റെഡ് ചില്ലീസും സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കാം, അതൊക്കെ ഓപ്ഷനിലാണ്. പക്ഷേ എനിക്കിഷ്ടമില്ല. പിന്നെ ഉള്ളി ചേർക്കാം, കുക്കുംബർ ചേർക്കാം, ക്യാപ്സിക്കം അതൊക്കെ ചേർക്കാം. എനിക്ക് പൊതുവേ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കുന്നത്. അപ്പോൾ കുക്കുംബറൊക്കെ ചേർത്താൽ വെള്ളം പോലെ ആയിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുക്കുംബർ ചേർക്കാത്തത്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ബ്രെഡ് തണിഞ്ഞിക്കോ നോക്കുക. തണിഞ്ഞതിന് ശേഷം നമ്മളിത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കത്രിക വെച്ച് നമ്മളെല്ലാത്തിനെയും കട്ട് ചെയ്തെടുക്കും. ശേഷം പിന്നെ നമ്മളെ പരിപാടി ആ ബ്രെഡിലേക്ക് മസാല ചേർക്കലാണ്. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത ബ്രെഡിലേക്ക് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആ 2 ബ്രെഡ് ഒട്ടിച്ചതിൻ്റെ ആ ഭാഗത്തിലേക്ക് നമ്മൾ ആക്കി വെച്ച ഷവർമയുടെ മസാലക്കൂട്ട് നമ്മൾ അതിലേക്ക് ഓരോന്നായി ചേർത്തെടുക്കും.
നമ്മളെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ എനിക്ക് മെസ്സേജ് അയക്കുക ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.